മീഡിയാസിലേക്ക് സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ 10 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഹിന്ദിയിൽ കൊടൂരമായ തീയായി ആളിക്കത്തുകയാണ്. ഇന്ന് ഞായറാഴ്ച ദിനം 10ാം ദിവസം സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളിയായിരുന്നു എന്ന് തന്നെ പറയാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള സഹായം ആവശ്യമാണ്. അതും ഒന്ന് ചെയ്തു തരണം. എന്തായാലും ഈ ഒരു സിനിമ ഇന്ന് ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് 250-ന് മുകളിലുള്ള എക്സ്ട്രാ സ്ക്രീൻ ആഡ് ചെയ്തിരിക്കുന്നു. 380-ന് മുകളിലുള്ള ഷോസ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സിനിമയ്ക്ക് ഹിന്ദിയിൽ അത്രത്തോളം ഒരു തരംഗമായി മാറുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ഒരു ദിവസം നമ്മൾ കാണുകയുണ്ടായി 140-ന് മുകളിലുള്ള ഷോസ് എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തുവെങ്കിൽ പിന്നീട് എക്സ്ട്രാ സ്ക്രീനുകൾ ആഡ് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 70 ലക്ഷം രൂപയാണെങ്കിൽ ഒരു പക്ഷേ ഞായറാഴ്ച നേടുന്നത് 1.5 കോടിയോളമായിരിക്കും. അത്രത്തോളം തിരക്കാണ് ഈ ഒരു സിനിമയ്ക്ക് വരുന്നത്. ഹോളിവുഡിൽ നിന്ന് ഇറങ്ങിയ കില്ല് എന്ന ആ ഒരു മൂവിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് മലയാളി അല്ലെങ്കിൽ കേരളമാണെങ്കിൽ ഇന്ന് നേരെ തിരിച്ച് മാർക്കോയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കേരളത്തിന് മുകളിലുള്ള സപ്പോർട്ട് നൽകുന്നത് നോർത്ത് ഇന്ത്യയാണ്. അവിടെ ഓരോരുത്തരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. വമ്പൻ സിനിമകൾ അവിടെ ഇറങ്ങിയിട്ട് പോലും അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അവിടുത്തെ തിയേറ്ററുകൾ മാറ്റിക്കൊണ്ട് ഈ ഒരു സിനിമ പോയി മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും രസകരമായി കാണാൻ കഴിയുന്നത്. ഇന്ന് ഹിന്ദിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന അഭിമുഖങ്ങളും അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചർച്ചകളിലും 20 കോടിക്ക് മുകളിലായിരിക്കും ഹിന്ദി എന്നുള്ള പ്രെഡിക്ഷൻസ് ആണ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു 10 കോടിക്ക് മുകളിലാണ്, ഒരുപക്ഷെ 20 കോടിക്ക് മുകളിലാണ് അവിടെയുള്ളവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അത്ര ഗംഭീരമായ ബുക്കിംഗ് ആണ്. ഡൽഹിയിൽ ഒക്കെ ഇന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ബോംബെയിലുമൊക്കെ നോക്കിയിട്ട് ഇന്ന് പലർക്കും ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു എന്നുള്ള ഒരു കമൻറ്റുകൾ വരെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും അത് വളരെ സന്തോഷം. അവർക്ക് ടിക്കറ്റ് കിട്ടാതില്ല, സിനിമ അത്രത്തോളം ആളിക്കത്തിയല്ലോ എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ അമ്മാതിരി ഒരു കൊടൂര തീയായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ ലീക്ക് ചെയ്തു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കേൾക്കുന്നു, ഹിന്ദി വെർഷൻ. പക്ഷേ അങ്ങനെ ഒരു ലീക്കും കാര്യങ്ങളുമൊന്നും അവിടെ ആളുകളെ ബാധിക്കുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ ഈ സിനിമ നേരെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നല്ല സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ, ആളുകൾക്ക് താല്പര്യമുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് തിയേറ്ററിൽ തന്നെ പോയി കാണുകയുള്ളൂ എന്നാണ് ആളുകൾ കാണിച്ചു തരുന്നത്. എന്താണേലും അതിഗംഭീരമായി മോസ്റ്റ് വയലൻറ്റ് സാഗ ഓഫ് മോളിവുഡ് എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ എന്നുള്ള ലേബലിൽ തന്നെ സിനിമ അഴിഞ്ഞാടുകയാണ്. വരുന്ന ദിവസങ്ങളിൽ റെക്കോർഡായിരിക്കും. അതായത് വെറും 9 ദിവസം കൊണ്ട് സിനിമ 1,25 ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ 10ാം ദിവസം സിനിമ അത് 3 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ, 2.5 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ? അതാണ് ചോദ്യം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ടാർഗറ്റിലേക്ക് എത്താൻ സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.